ചൂരന്മലയ്ക്ക് വേണ്ടി ഒരു ഫണ്ട് തന്നില്ല. അതിപ്പോഴും അതിന് അടിയുറച്ചു. STRF-ലേക്ക് തരേണ്ട ഫണ്ട് കേരളത്തിൻ്റെ അവകാശമാണ്. അത് ഇവിടെ ഒരു വാഴ തകർന്നാലും ഒരു വീട് തകർന്നാലും കൊടുക്കേണ്ട കാശാണ്. അതിന് മെമ്മോറണ്ടം കൊടുക്കേണ്ട കാര്യമില്ല. ഇതുവരെ പറഞ്ഞിരുന്ന കാര്യത്തിൽ ഒരു മാറ്റവും. ചൂരന്മലയ്ക്ക് തരേണ്ട ഒരു സഹായവും അഡീഷണലായിട്ട് നൽകിയിട്ടില്ല. STRF-ൽ ഫണ്ടിൽ നൽകിയിട്ടുണ്ട്. അത് 15ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിന് 291.20 കോടി രൂപ നൽകണം. അത് കേരളത്തിൻ്റെ അവകാശമാണ്. അത് സ്വാഭാവികമായിട്ട് നൽകിയിട്ടുണ്ടാകും. വയനാട്ടിൽ ചെലവഴിക്കുന്നതിൽ പരിമിതികളുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും STRF-ന്റെ മാനദണ്ഡം അനുസരിച്ചല്ലേ ഇതിന് കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വാടക വീട്ടിലാണ് ആളുകൾ താമസിക്കുന്നത്, പുനരധിവാസം മതി. ആ വാടക STRF-ൽ നിന്ന് കൊടുക്കാൻ പറ്റും. കോടതി പരിശോധിച്ചാൽ മതി. STRF-ൽ നിന്ന് കൊടുക്കാനാകില്ല. അത് CMDRF-ൽ നിന്നാണ് കൊടുക്കുന്നത്. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം കൊടുക്കും. STRF-ൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? എത്ര കോടി കേരളത്തിലുണ്ടായാലും 5,000 ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ബാക്കി 10,000-ൽ 5,000 CMDRF-ൽ നിന്ന് കൊടുക്കണം. മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടിയ കാശല്ലാതെ ചൂരന്മലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഫണ്ട് ചെലവഴിക്കുന്നതിന് സർക്കാരിന് ബുദ്ധിമുട്ടില്ല. എന്ത് ബുദ്ധിമുട്ട്? STRF അനുസരിച്ച് പണം കിട്ടിയാൽ STRF-ന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൃത്യമായി കൊടുക്കും. അത് കൊടുക്കാൻ ഒരു പ്രയാസമില്ല. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, വാസ്തവമായി തന്നെയല്ലേ എനിക്കത് മനസ്സിലായില്ല. അതായത് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കരുതെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് പറയാം. ഹൈക്കോടതിയുടെ അഭിപ്രായത്തെ കുറിച്ചാണ്.